2025 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ രവീന്ദ്ര ജഡേജയെ ആലിംഗനം ചെയ്ത വിരാട് കോഹ്ലി. ജഡേജ വിരമിക്കുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്യുകയാണ്. ഫൈനൽ മത്സരത്തിനിടെ വിരാട് കോഹ്ലിയെ കെട്ടിപ്പിടിച്ച് അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ താരങ്ങൾ. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ന്യൂസിലൻഡിനെതിരായ 10 ഓവർ എറിഞ്ഞു തീർത്തതിനു ശേഷം വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജയുടെ അടുത്തേക്ക് നടന്നു വന്ന് ഒരു വലിയ ആലിംഗനം നൽകുന്നു. ഇത് കണ്ടതോടെ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഊഹാപോഹങ്ങൾ അനിയന്ത്രിതമായി വർദ്ധിക്കുകയും ചെയ്തു. കളിക്കളത്തിൽ ജഡേജയ്ക്ക് മികച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. 10 ഓവറിൽ വെറും 30 റൺസ് മാത്രം വഴങ്ങി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ടോം ലതാമിനെ പുറത്താക്കി അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നല്ല സ്പെല്ലുകൾക്ക് ശേഷം സഹതാരങ്ങൾ പരസ്പരം ആലിംഗനം ചെയ്യുന്നത് പതിവാണെങ്കിലും 36-കാരനായ ജഡേജ തന്റെ കരിയർ അവസാനിപ്പിക്കാൻ പോകുകയാണെന്ന് എന്ന സൂചന ആരാധകർക്ക് വളരെയധികം വിഷമത്തോടെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മുമ്പൊരിക്കൽ ജഡേജയുടെ പങ്കാളിയായിരുന്നു അശ്വിൻ വിരമിക്കുന്നതിനോടനുബന്ധിച്ച് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് വിരാട് കോഹ്ലിയെ ഇതുപോലെ ആലിംഗനം ചെയ്തിരുന്നു എന്ന് കളിക്കാർക്ക് അതിനുശേഷം അശ്വിൻ വിരമിക്കുകയാണെന്നുള്ള വാർത്ത കേട്ടപ്പോൾ അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായി മാറുകയും ചെയ്തു. ഈ ഒരു ഉൾക്കാഴ്ച തന്നെയാണ് ആരാധകർക്ക് ജഡേജയെ വിരമിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ വരുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. 2024 ജൂണിൽ രവീന്ദ്ര ജഡേജ അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ടെസ്റ്റിലും ഏകദിനത്തിലും തുടരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഏകദിന കരിയറിലും 2756 റൺസും 220 വിക്കറ്റുകളും ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ സംഭാവനകളും കണക്കിലെടുക്കുമ്പോൾ വിരമിക്കൽ ഊഹാപോഹങ്ങൾ ശ്രദ്ധേയമാവുകയും ചെയ്യുന്നുണ്ട്. 2013 ICC ചാമ്പ്യൻ ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളറായിരുന്നു ജഡേജ. ഫൈനലിൽ വിജയിച്ച ടീമിലെ അംഗമെന്ന നിലയിൽ മാൻ ഓഫ് ദ മാച്ച് അവാർഡും അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. 2006-7 ലുദീപ് ട്രോഫിയിലും രവീന്ദ്ര ജഡേജ തന്റെ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിച്ചു. 2009 അദ്ദേഹം അന്താരാഷ്ട്ര അരങ്ങേറ്റവും കുറിച്ചു. 2006-7 ദുലീപ് ട്രോഫിയിൽ ജഡേജ വെസ്റ്റ് സോണിനായി കളിച്ചിരുന്നു. ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റത്തിൽ അദ്ദേഹം 53 റൺസ് നേടി. അദ്ദേഹത്തിന്റെ കഴിവ് അതോടെ തെളിയുകയും ചെയ്തു. അന്താരാഷ്ട്ര അരങ്ങേറ്റം 2009 ഫെബ്രുവരി 8 ശ്രീലങ്കയ്ക്കെതിരെ കൊളംബിയയിൽ വെച്ച് നടന്ന ജഡേജ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു. 2012 ഡിസംബർ 13 നഗ്പൂരിൽ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് അരങ്ങേറ്റവും കുറിച്ചു അദ്ദേഹം. 2013 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും ജഡേജ തന്നെയായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 200 വിക്കറ്റ് നേടുന്ന ഇടംകയ്യൻ ബൗളറായി അദ്ദേഹം മാറുകയും ചെയ്തു. ഹോം ടെസ്റ്റുകൾ അദ്ദേഹം തെളിയിക്കപ്പെട്ട ഒരു മത്സര വിജയി തന്നെയാണ്. ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സ്ഥിരതയേർന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. രവീന്ദ്ര ജഡേജയും മഹേന്ദ്ര സിംഗ് ധോണിയും തമ്മിൽ സുഹൃത്തുക്കളും ക്രിക്കറ്റ് സഹതാരങ്ങളും എന്ന നിലയിൽ അടുത്ത ബന്ധമുണ്ട്. ഇന്ത്യൻ ടീമിനും ചെന്നൈ സൂപ്പർ കിങ്സിനും വേണ്ടി ഒരുമിച്ച് ഇരുവരും കളിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ചരിത്ര നിമിഷങ്ങളുമാണ്.